അതെൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വല്പസമയം ആ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ഒന്നിച്ച് വിളിച്ചു കൂട്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഏതെങ്കിലും വീടുകൾ അതില്ലെങ്കിൽ ഇന്നു മുതൽ അത് ആരംഭിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ 5 അവസ്ഥകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു കഥ പറഞ്ഞിരിക്കുന്ന 5 അല്ല 7 അവസ്ഥകളുണ്ട്. അദ്ദേഹം തൻ്റെ കവിതയിൽ അത് വളരെ വിശദമാക്കിയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയായാലും ഈ 5 അവസ്ഥകൾ കഴിഞ്ഞ് 5ാമത്തെ അവസ്ഥ വളരെ മനോഹരമായിട്ടുള്ള അവസ്ഥയാണ്. അതാണ് വാർദ്ധക്യം. ഈ വാർദ്ധക്യമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കേണ്ട. വാർദ്ധക്യകാലത്തും നമുക്ക് ദൈവത്തോട് ഏറ്റവും അടുപ്പാനുള്ള ഒരു സന്ദർഭമാക്കി അതിനെ മാറ്റുന്നത് നല്ലതായിരിക്കും. ഇത്രയും മാത്രമേ എനിക്ക് സീനിയേഴ്സിനോട് പറയാനായിട്ട്. കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ 6:9. അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവസപ്പവും 2 മീനുമുണ്ട്, എങ്കിലും അത് ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒരു ഭാഗം പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, തിരുവചനവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിലൊക്കെ കടന്നു വരും. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വചനം ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവത്തെ അവിടുന്ന് സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും വിശിഷ്യ നേതൃത്വം നൽകുന്ന അച്ഛനെയും ഇന്ന് കടന്നു വന്ന എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശു നമ്മുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവസപ്പവും 2 മീനുമുണ്ട്, എങ്കിലും അത് ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശീലിയുടെ കാലഘട്ടം തിബരിയാസ് കടലിനക്കരെ കർത്താവ് യേശു ക്രിസ്തു നിൽക്കുകയാണ്. കർത്താവിനോടുകൂടെ അവൻ്റെ ശിഷ്യന്മാരുണ്ട്. ധാരാളം ജനങ്ങൾ കൂടി വരുന്നു. ഇത് കണ്ടപ്പോൾ യേശു ക്രിസ്തു മലമേൽ കയറി അവൻ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നു. ഈ വരുന്നതായിട്ടുള്ള ആളുടെ ഈ ശിഷ്യന്മാർ ഓരോ ഭാഗത്തും പ്രത്യേകമായിട്ട് ഇരുത്തി വോളണ്ടിയേഴ്സിൻ്റെ വേല ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇവിടെ 2 പേരെ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നു. അതിലൊന്ന് അന്ത്രയോസും മറ്റേത് ഫിലിപ്പും. ഓരോരുത്തർക്കും ഇരിക്കേണ്ടതായുള്ള സ്ഥാനങ്ങൾ അവർ ക്രമീകരിച്ചു. വരുന്നവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുക. ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻ തനിയെ നടന്നു വരുന്നത് അന്ത്രയോസ് കാണുകയാണ്. അന്ത്രയോസ് അവനെ അടുക്കൽ ചെന്നു. അവനോട് കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. മോനെ, നീ എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ വിശക്കുന്നതിന് എന്തുകൊണ്ട്? അപ്പം പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ 5 അപ്പവും 2 മീനും തന്നിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് വിശക്കുന്നതില്ല, ഞാനത് കഴിച്ചിട്ടുണ്ട്, വീട്ടിലോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അന്തര്യോസമായിട്ട് ആ കുശല പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവരുടെ സ്ഥലത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ ജോലി അവർ നടക്കും. ഈ സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഈ ബാലൻ തനിയാണ് നടന്നു വരുന്നത്. ദൈവവചനം കേൾക്കുവാനാവും വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിനുവേണ്ടി നമ്മൾ ശ്രദ്ധയോടുകൂടി അയക്കണം എന്നുള്ളത്
ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഈ ശിഷ്യന്മാർ